ചൂടിനെ പ്രതിരോധിക്കാൻ എന്തൊക്കെ മാർഗങ്ങളുണ്ടോ അതൊക്കെ തേടി ഓടുകയാണ് നമ്മൾ ഓരോരുത്തരും. കനത്ത ചൂടിനെ അവഗണിച്ചുകൊണ്ട് ജോലി ചെയ്യാൻ നിർബന്ധിതരാവുകയാണ് നിർമ്മാണ മേഖലയിലുള്ളവർ. ജോലി സമയത്തിൽ സമയക്രമീകരണം ഏർപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും അതൊന്നും നടപ്പിലാകുന്നില്ല എന്നാണ് അവർ പറയുന്നത്. പരമാവധി അതിരാവിലെ ജോലി ആരംഭിച്ച് ഉച്ചയോടെ ജോലി അവസാനിപ്പിക്കുകയാണ് ഈ നിർമ്മാണ മേഖലയിലുള്ള തൊഴിലാളികൾ. ഇതര സംസ്ഥാനങ്ങൾ തെരഞ്ഞെടുപ്പായതിനാൽ മലയാളികൾ തന്നെയാണ് ഇപ്പോൾ എല്ലാ വർക്ക് സൈറ്റുകളിലും ഉള്ളത്. അതായത് ചൂടെന്ന് പറഞ്ഞാൽ കനത്ത ചൂടാണ്. നമുക്കങ്ങനെ പുറത്തിറങ്ങി നിൽക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ജോലി ചെയ്യാനോ പറ്റാത്ത വിധത്തിലുള്ള വലിയ ചൂടാണ്. അങ്ങനെ ഇരിക്കെ ഇത്തരത്തിലുള്ള ഈ തുറസായ തലങ്ങളിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ച വലിയ ബുദ്ധിമുട്ടാണ് ഈ ദിവസങ്ങളിലൊക്കെ തന്നെ നേരിടുന്നത് എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. അപ്പോൾ ഈ ചൂട് ഭയങ്കരമാണല്ലോ. അപ്പോൾ എന്നുവെച്ചാൽ എങ്ങനെയാണ് വെള്ളം കുടിച്ചിട്ട് ഭക്ഷണം വരെ കഴിക്കാനില്ല. ഉച്ചയ്ക്ക് വെറും വെള്ളം തന്നെയാണ്. അത് വേർപ്പങ്ങനെ ഒലിച്ചു പോവുകയും ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഇതിൽ എന്ത് ചെയ്യാൻ പറ്റും? സഹിച്ചല്ലേ. ക്രമീകരണം വരുത്തിയിട്ടുണ്ടോ? സമയം നേരത്തെ തുടങ്ങി അങ്ങനെ അവസാനിപ്പിക്കാനുള്ള ക്രമീകരണം എന്തെങ്കിലും ഉണ്ടോ? ആളില്ലാത്തതുകൊണ്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് പോവുകയാണ്. ആളില്ലല്ലോ ഇവിടെ. ഇന്ത്യക്കാരൊക്കെ നാട്ടിൽ പോയി. വർഷങ്ങളെ അപേക്ഷിച്ച് ഇത്തവണ ചൂട് എങ്ങനെയാണോ? കുറവാണോ? കൂടുതലാണോ? ഭയങ്കര ചൂടാണ്. ഞാൻ കറക്റ്റൊക്കെ കഴിച്ചിട്ടാണ് ഇന്നും പണിയെടുക്കല്. സാധാരണ എത്ര മണിക്കാണ് നിങ്ങൾ പണി തുടങ്ങുക? 8 മണിക്ക് തുടങ്ങി 5 മണിക്ക് നിർത്തും. അതുവരെ അതിനകത്ത് നമ്മളിവിടെ പുറത്തുള്ള പണി നല്ല വെയിലുണ്ട്. കുറച്ച് അധികമാകുമ്പോൾ കുറച്ച് വെയിൽ വരും. ഈ വലിയ ബിൽഡിങ്ങിലൊക്കെ അപ്പോൾ താഴത്താവുന്ന സമയത്ത് വലിയ കുഴപ്പമുണ്ടാവില്ലാന്ന് തോന്നുന്നു അല്ലേ? താഴെയാകുമ്പോൾ സ്ലാബിൻ്റെ അടിയിൽ വർക്ക് ചെയ്യണമെങ്കിൽ വലിയ കുഴപ്പമുണ്ടാവില്ല. എന്തായാലും ചൂടിൻ്റെ ഇതുണ്ട്. അത് ഉഷ്ണതനക്കന്മാർ തന്നെ നല്ല വിങ്ങലാണ് വരുന്നത്. സുബീർക്ക, ഇപ്പോൾ ഒന്നാമത് സൈറ്റിലൊക്കെ തൊഴിലാളികൾ കുറവാണ്. പക്ഷേ ഉള്ള തൊഴിലാളികളെ സംബന്ധിച്ച് വലിയ വെയിലാണ്. ഇപ്പോൾ നമ്മൾ തന്നെ ഇവിടെ നിന്നായി കുറഞ്ഞ സമയം കൊണ്ട് വേർത്ത് കുളിക്കുവാണ്. അപ്പം എന്താണ് ഈ ഒരു ചൂടിൻ്റെ സമയത്തുള്ളൊരു അവസ്ഥ? അല്ല, നമ്മളെ സംബന്ധിച്ചിടത്തോളം പണിക്കാർ ഏറ്റവും ദൗർബല്യമായിട്ടുള്ളൊരു അവസ്ഥയിൽ നിൽക്കുന്ന ഈ സമയത്ത് കഠിനമായ ചൂടുകൂടി വരുന്ന ഇവരെ എന്ത് ചെയ്യുന്നുള്ള. കാരണം പണിക്കാർ സമയത്ത് 1 മണിക്കൂർ പോലും ലീവ് കൊടുക്കാൻ പറ്റാത്തധികം തിരക്കാണ് കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രിയിലുള്ളത്. ഇവരൊക്കെ ഒരു നിശ്ചിത സമയത്ത് വീട്ടിലേക്കോ ദൂര സ്ഥലങ്ങളിലേക്കൊക്കെ പോകേണ്ടവരാണ്. അപ്പോൾ അവർ കഴിയുന്നു ആ നേരത്തെ പണി നിർത്താൻ വേണ്ടി ഉച്ചയ്ക്ക് ബ്രേക്ക് പോലും എടുക്കാതെ പണിയെടുക്കുന്നവരാണ് അധികം. അപ്പം അതാണ് സാഹചര്യം. കാരണം പല തരത്തിലുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്താൻ ഇതിനോടകം തന്നെ നിർദ്ദേശങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷേ അത് എത്ര കണ്ട് പ്രായോഗികമാണ് എന്ന കാര്യം നമ്മൾ ഒന്ന് ആലോചിക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ ജോലികളൊക്കെ ഓരോ സൈറ്റുകളിലും ഈ കഠിനമായിട്ടുള്ള ചൂടിനെ അവഗണിച്ചും തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്.